ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ മധുരം കഴിക്കാൻ പോവുകയാണ്. ചില്ലറ മധുരമൊന്നുമല്ല, നമ്മുടെ കിളി പാറിപ്പോകും നിങ്ങളുടെ ഈ മധുരം കഴിച്ചു കഴിഞ്ഞാൽ. ഒരു ഐറ്റം തന്നെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാ. ഞാൻ ഇതുവരെ ഇത് ചെയ്യണോ എന്ന് വെച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് പോയ കടയാണ്. പുറകായിട്ട് കാണാതിരിക്കും സൈൻ ലബാൻ. ഈ സൈൻ ലബാന്റെ കടയിൽ നിന്ന് നിങ്ങൾ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് യു 10,000 rupees. ഹാഫ് മെനു കഴിച്ചാൽ 5K. അത്രേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് ഓരോ യൂട്യൂബിൽ പൊക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സുപരിതനായിരിക്കും. വരൂ, റോനെ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കാണും. ഈ മുഖം ആർക്കെങ്കിലും ഒക്കെ അറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും. കുറച്ച് കഴിയുമ്പോ സൈൻ ലബാൻ കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം കുഴപ്പമായിരിക്കും ഇത്. അല്ല, പക്ഷെ ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ. ഇതൊക്കെ വളരെ നിസ്സാരം. ഞാൻ ആക്ച്വലി ഭയങ്കര ഫുഡിയാണ്, ജിമ്മിലൊക്കെ പോകുന്നത്. പക്ഷെ ഷുഗർ ആയോണ്ട് ചെറിയൊരു പ്രശ്നമല്ലേ. ഇവിടെ വലിയ മധുരമൊന്നുമില്ല, ചെറിയൊരു കോൺഫിഡൻസ് കുറവ്. അത് കുഴപ്പമില്ല. ഇത് കഴിക്കുമ്പോ കോൺഫിഡൻസ് ഒക്കെ തള്ളി ആറിപ്പാറിയിരിക്കും. നല്ലതായിരിക്കും. സ്ഥലം കഴിക്കാം, വെച്ച് കിട്ടിക്കണം. അതട്ടോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ബോയ്സ്, അപ്പൊ ഇവിടുത്തെ മെനു കുറച്ചേറെ വലുതാണ്. അല്ല, വലുതൊന്നും അല്ല, 13 ഐറ്റം ഉള്ളല്ലേ. ഇത് പേരൊക്കെ എങ്ങനെയാണ്? സ്ഥലം കാട്ടിയ, കൗഷറി, അബല്യ, ഇതൊക്കെ ആരെങ്കിലും പെമ്പിള്ളാരുടെ പേരാണ്? അറബിക് പേരാണ്. ഞാൻ പഠിച്ചു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തായാലും 13 ഐറ്റം ഉണ്ട്. എത്ര ഐറ്റം ഫുൾ മെനു ആണെന്ന് പറയണം. എത്ര ഐറ്റം? 13 ഐറ്റം ആണല്ലോ ഫുൾ മെനു. അത് വേണ്ട, അത്രയ്ക്ക് ഞാൻ അങ്ങനെ തള്ളി അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ വന്ന്, പിന്നെ പോട്ടെ, ബ്രോയുടെ സ്നേഹം പോലെ. അവിടെ കാണുന്ന ബോക്സ് കണ്ടു, അതാണ് വൈറ്റിലോട്ട് പോകേണ്ടത്. നോക്ക് കുഴപ്പമില്ല. എന്തായാലും ബ്രോ ഇതിന്ന് 8 ഐറ്റം കഴിക്കുന്നതിന് നമുക്ക് 10,000 കൊടുക്കാം അല്ലേ? അപ്പം ഞാൻ 4 ഓർഡർ ചെയ്യാം, ബ്രോ ഇരുന്നു. ഇത് ഏറ്റവും ചെറിയ ഐറ്റം ഏതാ? ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ട് കഴിക്കുമെന്ന്. ഇതൊക്കെ ചെറിയ കാര്യല്ലേ. ഞാൻ സത്യമായിട്ട് പറയാം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 4 ഐറ്റം കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്? ആണ്, സത്യം പറയുക. ഞാൻ അങ്ങനെ കള്ളം പറയുന്നില്ല, ബുദ്ധിമുട്ടാ. ഞാൻ ചെറിയൊരു ഐറ്റവും ഒരു നോർമൽ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും ചെറിയ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി 2 ആയി. പിന്നെ 2 കൂടി കഴിച്ചാൽ മതി 5K. ഞാൻ എൻ്റെ ഭാഗത്ത് എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പോകുന്ന ബുദ്ധിമുട്ടായിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. കൂടെ വരുന്ന കോൺഫിഡൻസ് തത്ത് കൊക്കിലോട്ട് തള്ളി തള്ളിട്ട് കാര്യമില്ലല്ലോ. ഇത് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുമല്ലേ. ചാലഞ്ചിന് വിളിക്കുകയും ചെയ്യും, എന്നിട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഫുള്ളും തരുന്നില്ല. ഇതൊക്കെ നിസ്സാരം. ഇതൊക്കെ എപ്പോ കഴിച്ചെടുക്കാന്ന്. 2 ഐറ്റം ഇപ്പൊ തന്നെ 2 ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒരെണ്ണം കഴിച്ച് കഴിയുമ്പോ തന്നെ അങ്ങനെ തന്നെ പറയാം. ഇത് 3 ഉള്ളൂ. അങ്ങനെ തന്നെ, ഈ വൈബിനെ അങ്ങോട്ടാ. ഇനി മാറ്റുന്നില്ല, ഈ വൈബ് തന്നെ ഉണ്ട്. ഇത് മതി. അതിന് കഴിച്ചതിന്റെ ടേസ്റ്റ് പറയണം കേട്ടാ. ഉറപ്പായിട്ട് ഞങ്ങളെല്ലാം ആഗ്രഹിച്ച് നിൽക്കുകയാണ് ടേസ്റ്റ് അറിയാൻ. അപ്പൊ കഴിച്ചിട്ടില്ലേ? അല്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ബീലബാൻ കഴിച്ചിട്ടുണ്ട്. ആദ്യം അതാ കഴിച്ചത്, ബീലബാൻ. ഇവരുടെ ഒരു പേരന്റ് എന്ന് പറയും ദുബായില്. അതിന്റെ വേരിയേഷൻ. ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ? സൈൻ ലബാൻ കഴിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വേറൊരു ലബാൻ കഴിച്ചിട്ടുണ്ട്, ആലപ്പുഴന്ന്. അത് വേറെ ലബാനാണ്, പക്ഷെ ലബാൻ തന്നെയാണ്. ലബാൻ എല്ലാം ഏകദേശം ഒരേ വൈബാ. പേര് അങ്ങോട്ടും കിട്ടും. പേര് കുറച്ച് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ലബാൻ ഏകദേശം ഒക്കെ ഒരേ വൈബ്. കഴിച്ചു സൈൻ ലബാൻ നല്ല പേരാ. കഴിച്ച് കഴിയുമ്പോൾ പേര് കൊടുത്തേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോട്ടിവേറ്റ് ചെയ്യുക. 2 ചെറിയ ഐറ്റം നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റുമല്ലേ. അയ്യേ, ഇത് ഇച്ചിരിയല്ലേ ഉള്ളൂ. അതല്ലേ 2 കഷ്ണം. കാണുന്നതിന് വളരെ ചെറിയ ഐറ്റം, ഇതൊക്കെ പെട്ടെന്ന് തീരും, നിസ്സാരം. ഏതിലാ സ്റ്റാർട്ട് ചെയ്യുന്ന പറ? ചീസി ബോംബ്. ചീസ് ബോംബിൽ തുടങ്ങാം. ഓക്കെ, ചീസ് ബോംബിൽ തുടങ്ങാം. അപ്പൊ ഉറപ്പല്ലേ? കഴിച്ചു തുടങ്ങട്ടെ. കഴിച്ചു തുടങ്ങിയ പിന്നെ നിർത്തൂല. അതൊക്കെ അത് തന്നെ നമുക്ക് വേണ്ടത്. കഴിച്ചോ? ആണല്ലേ? പൊട്ടുന്നില്ലല്ലോ. കുറച്ചൊരു ഐറ്റമാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും ചെറിയ ഐറ്റം ഇതാണ്. ചെറുത്. അപ്പം വലുതേതാ? വലുത് ചോദിക്കരുത്. കഴിക്കുവോ? കുനാഫയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനുണ്ട്? നല്ല മധുരം. ആക്ച്വലി അകത്ത് കേറുമ്പോ ഇതിനകത്ത് മധുരം കുറവാ. പ്രശ്നമാവോ? ഷൂട്ടിനൊക്കെ പോകാനുള്ള പെട്ടെന്ന് കഥാപാത്രത്തിന് വണ്ണം വെച്ചാൽ. അതെ, ശരിയാണ്. ഒരു ദിവസം കൊണ്ട് വെക്കില്ലാതാണ് എനിക്ക് വിശ്വാസം. ഞാൻ ഇവനായിട്ടൊരു വീഡിയോ ചെയ്യുമായിരുന്നു. കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാവും. സൈലമ കഴിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട്? കഴിക്കാൻ പറ്റുമോ? ആണോ? പക്ഷെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞോണ്ട് വിളിച്ചു പറ്റത്തില്ലെന്ന് പറയുന്നു. അത് മതി എനിക്ക്. ആ ഒരു ഒറ്റ മോട്ടിവേഷൻ മതി, ഇത്രയും ഡീമോട്ടിവേഷന്റെ ഇടയിൽ. ഓൾറെഡി ഹാഫ് ആയി കേട്ടാ. അകത്ത് കുനാഫ ആയതുകൊണ്ട് ഭാഗ്യം. വെള്ള ക്രീമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചിരിക്കുന്ന മോട്ടിവേഷനാ കേട്ടോ. ഇതെല്ലാം മോട്ടിവേഷൻ. ചിരിച്ചായിരിക്കും ഇത്ര മോട്ടിവേഷൻ വരുന്നില്ല. ഇല്ലേ? ഇത് ഞാൻ എങ്ങനെ
ഇങ്ങനെ ആലോചിക്കുക എങ്ങനെ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുക. ചൂട് കൂടുന്നില്ലേ? ചെറുതായിട്ട് അത് AC കുറഞ്ഞതാണോ ഫുഡ് കൂടിയതാണോ ഡൗട്ട്. തീരാറായി 2 ബൈറ്റും കൂടി. ഇതൊക്കെ നിസ്സാരം. ഇതിപ്പോ ആദ്യമായിട്ട് അറിയാമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ബൈറ്റ് എന്റെ കാര്യത്തിൽ എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റ് ബൈറ്റ് ഉണ്ട്. ഇതിനൊരു തീരുമാനമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെ പോകുന്ന ഒരു ഐഡിയ കിട്ടും. ആ എല്ലാത്തിനും ടേസ്റ്റ് ഒരേപോട്ടിരിക്കുന്നു. അതങ്ങനെ നേരത്തെ കളിച്ച് ചോക്ലേറ്റ് ആയിരുന്നു, ഇപ്പൊ പിസ്താഷ്യോ. ഫ്ലേവർ എല്ലാം അടിച്ചു പോയി. കുഴപ്പമില്ല, സ്വാഭാവികം ആണല്ലേ. ആണ് പ്രൊഫഷണൽ ആക്ടറാണ് മോനെ. പ്രൊഫഷണൽ ഈറ്ററിനെ കണക്ക് ഇപ്പൊ അഭിനയിച്ച് കാണിക്കുന്നത്. അപ്പൊ അഭിനയിച്ചാൽ മാത്രം മതിയാ? കഴിക്കാൻ വേണം. കുറച്ച് വലിയ ബൈറ്റ് എടുത്ത് നോക്കാം. അത് നടക്കും. ഞാൻ ഇത് കഴിച്ചു തീർത്താൻ ഇംപ്രസ് ആവും കേട്ടോ, സത്യം പറയുക. നിർത്തുവോ പരിപാടി? നിർത്തുന്നില്ല, പക്ഷെ ഇത് കഴിച്ചാൽ ഞാൻ ഇംപ്രസ് ആവും. ഇംപ്രസ് ഇട്ടിട്ട് എന്ത് കാര്യം? ചൂടെടുക്കുന്നത് ആണോ? വരുന്നില്ലെന്നേ. കണ്ട് കണ്ടെന്നെ ഹൃദയം നിറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരേ വായിലോട്ട് വെക്കുന്ന എനിക്ക് ഇവിടെയാണ് ചൂട് ചൂട് ചൂട്. പറഞ്ഞായിരുന്നു ഞാൻ. കൂടിയെന്ന് തോന്നുന്നു, ശരത്ത് പിടിക്കാത്ത. തീരാറാന്ന് കേട്ടാ സീൻ. കഴിച്ച് ബോയ്സ് ഫൈനൽ ബൈറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് സോസ് മാത്രം. സോസ് കഴിപ്പിക്കുന്നില്ല, ഓൾറെഡി മധുരമാണ്. ഞാൻ താമസത്തിലുണ്ടാ കഴിച്ചു കേട്ടാ. ഇതൊക്കെ ഒരെണ്ണം കഴിക്കുന്നു. പറയല്ല ഗൈസ്, ഞാനും വിചാരിച്ചത് ഇത് ഞാൻ കഴിക്കും എന്നുള്ളത്. ബട്ട് ഞാൻ കഴിച്ചു. ഇനി ഞാൻ 2 എണ്ണം കൂടെ ചെറുത് നോക്കി ഓർഡർ ചെയ്തു. അതിനകത്ത് കുറച്ച് അല്ലറ ഉണ്ട്, പക്ഷെ അത് നമുക്ക് വിട്ടേക്കാം. ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യാം, ഒരു ബനാന സ്ട്രോബെറി ഓർഡർ ചെയ്യാം. പക്ഷെ ബനാന ഉണ്ട്, സ്ട്രോബെറി ഇല്ലെന്ന്. മറ്റേ ഇതില്ല കേട്ടോ, സ്ട്രോബെറി ഇല്ല. ടെൻഡർ കോക്കനട്ട് എടുക്കുക. സ്ട്രോബെറി ഇല്ലേ? എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ടെൻഡർ കോക്കനട്ട് എടുക്കട്ടെ? എടുത്തോ. കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം സെക്കൻഡ് ഡിഷ് കുറച്ച് വലിപ്പം ഏറെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ല, എനിക്ക് ഈ അനാർ ഇഷ്ടമല്ല, പോമഗ്രാനൈറ്റ് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, എൻ്റെ അടുത്ത് കോക്കനട്ട് മാത്രമേ പറഞ്ഞു. ചോദിച്ചില്ല. ചോദിക്കട്ടെ. എൻ്റെ അടുത്ത് പറഞ്ഞു ടെൻഡർ കോക്കനട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മെനു ഇങ്ങനെ കാണിച്ചു എടുത്തോന്ന്. ഇത് പൊക്കത്ത് മാത്രമേ ഉള്ളൂ. ഗൈസ്, എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ പൈസ കൂട്ടണ്ട. ഐ മീൻ എനിക്ക് കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. 4 ഐറ്റം ആയിട്ട് ഇത് കൂട്ടും. ഞാൻ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. എക്സ്ട്രാ ഇത് കഴിച്ചു അടുത്ത് കേക്ക് ആണല്ലേ. പുറത്ത് ഇദ്ദേഹത്തിന്റെ ഫാൻസ് ഒക്കെ നിൽപ്പുണ്ട്. സോ ഞാൻ പെട്ടെന്ന് കഴിച്ചാൽ പുള്ളിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എന്നല്ല അവിടെ പിന്നെ ഒരാൾ പോകുന്നു. നമുക്കിത് ശ്രദ്ധിക്കാനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇതാണ് നല്ലത്. നേരത്തെ കഴിച്ചാൽ ടേസ്റ്റ് വൈസ് ഇത് തന്നെ ബെറ്റർ. മറ്റേത് ഭയങ്കര ഓവർ മധുരം, കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാലുണ്ട് കേക്കിന് നല്ല മധുരം ഉണ്ട്. വളരെ എളുപ്പമല്ലെന്ന് അറിയാവുന്നതാണ് ഞാൻ 4 പറഞ്ഞത്. പക്ഷേ ഫേസിന് ബുദ്ധിമുട്ട് കാണിക്കാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. കഴിച്ച് പോവുക. ഫേസിൽ ബുദ്ധിമുട്ട് കാണിച്ചാൽ അതിന്റെ അടുത്ത ക്യാപ്ഷൻ വരും, എന്തോ ഫേസിൽ ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആള് അടുത്ത് അത് ഇടും. എനിക്കറിയാം, ഞാൻ കാണാറുണ്ട് വീഡിയോ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ സട്ടലായിട്ട് നിൽക്കുക. പോമഗ്രാനൈറ്റ് ഒക്കെ പൊക്കത്ത് നീക്കി വെച്ചിരിക്കുന്നല്ലോ. എനിക്കൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഞാൻ ഈ പോമഗ്രാനൈറ്റ് മാത്രം മാറിയിട്ട് കേക്ക് മൊത്തം കഴിച്ചു തീർക്കുവാണ് എങ്കിൽ ഇത് ഒരു ഒരെണ്ണമായിട്ട് കൗണ്ട് ചെയ്യൂലേ? ചെയ്യൂലെന്ന് ചോദിച്ചാൽ അതും കഴിയും. നോക്കാം അവസാനം. ആക്ച്വലി എനിക്ക് സ്വീറ്റ് ടൂത്ത് ഉണ്ട്. നല്ല മധുരം കഴിക്കുന്ന ഒരാളും കൂടെ ആണ് സാഹചര്യത്തിനനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ഒറ്റയടിക്കല്ല, കുറച്ചായിട്ട് കേടായി കാണും. ഇനി ഈ കടയിൽ ഒറ്റയടിക്ക് എങ്ങനെ തീരുന്നത് കണ്ടാ പറയത്തില്ലല്ലോ. ഞാൻ വെറുതെ സംശയിക്കണ്ടായിരുന്നു. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാത്ത കേൾക്കണ്ട. അപ്പം ഇത് ഞാൻ ഈ പോമഗ്രാനൈറ്റ് മാറ്റി വെക്കും. എല്ലാം മിക്സ് ചെയ്ത അവസാനം എല്ലാം വെള്ളമാക്കി കഴിക്കാതിരിക്കരുത്. അതിനകത്ത് കുറച്ച് പോമഗ്രാനൈറ്റ് ബാക്കിയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടാ. വെള്ളം അവിടെ ഉണ്ട്, പക്ഷെ അവസാനം കമന്റ് ആൾക്കാർ പറയരുത്. കഴിക്കൂ. ഇതിനൊട്ടും മധുരമില്ലേ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ പോകേണ്ടത്. ഞാനിത് ഒരു പ്രാവശ്യം കഴിക്കിട്ട് എനിക്ക് അത് തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ടൈം ഞാൻ പറഞ്ഞില്ല കേട്ടാ, 1 മണിക്കൂർ നമുക്കുള്ളായിരുന്നു കേട്ടാ. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് ഈ 2 ഐറ്റം തീരണം. നിസ്സാരം നമുക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രഗിൾ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടാ, പക്ഷെ മുഖത്ത് കാണിക്കുന്നില്ലേ മുഖത്ത് സ്ട്രഗിൾ. പക്ഷെ ഫീൽ ആകുന്നുണ്ട് സൈഡിൽ സ്ട്രഗിൾ എവിടെ നോക്കാം നല്ലതായിട്ടുള്ളത്. അത് സ്വന്തമായി വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത്. സ്ട്രഗിൾ ഒന്നുമില്ല. ഇത് രണ്ടും കഴിക്കും.
എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ആ. അപ്പൊ ഇത് കഴിച്ചിട്ട് പോവാ. അയ്യോ, ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കാണുന്നു. മൊത്തം പൊമഗ്രനേറ്റ് ആണ് കാഴ്ച. മൊത്തം പൊമഗ്രനേറ്റ് ആണോ? ഇതാ കുറച്ച് പൊമഗ്രനേറ്റ് ഞാൻ പുറത്തുകൂടെ വെച്ചു. എടുക്കുന്ന എല്ലാത്തിനും പൊമഗ്രനേറ്റ് ഉണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പൊമഗ്രനേറ്റ് ഇഷ്ടമല്ല, ഞാൻ ഈ കേക്ക് മൊത്തം കഴിച്ചാൽ അത് ഒരെണ്ണം കൗണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ തെറ്റിപ്പോയെന്ന് പറയാം, ഞാൻ എന്റെ മെത്തെടുക്കരുത്. ഒരു 500 രൂപ ഇറക്കണം തോന്നുന്നു എനിക്ക് ഈ പറയുന്ന പൊമഗ്രനേറ്റ് ഇല്ലല്ലോ 500 രൂപ. പിന്നെ നിങ്ങൾ എന്തിനാ 500 രൂപ ഇറക്കണം? കമന്റ് ഉള്ളവന്മാരെല്ലാം കൂടി എന്റെ വെക്കിട്ട് കയറും, അതൊന്നും എനിക്ക് തോന്നുന്നു. എന്റെ അടുത്ത് പറഞ്ഞില്ല ഈ പൊമഗ്രനേറ്റ് ഉണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ കമന്റിൽ പറയട്ടെ. കുടിച്ചു തീർക്കണോ ഇത്? എഴുന്നേറ്റൊക്കെ നിന്നു, എന്ത് പറ്റി? വയറ് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. കമോൺ ഒരു ഒട്ടും ഇല്ല ഇതിനകത്ത്. 200 ml കണ്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു കവളും കൂടി തീർത്തേക്ക്, സമയം തീരാറായി. വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വൊമിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ വൊമിറ്റ് ചെയ്യാൻ സമയമില്ല നമുക്ക്. 4 മിനിറ്റ് വൊമിറ്റ് ചെയ്യാൻ സമയമില്ല. വൊമിറ്റ് സമയം നോക്കിയല്ല വരുന്നത്. അയ്യോ ചൂടെടുക്കുന്നു. ഇനിയാണ് നമുക്ക് ആക്ടിങ് സ്കിൽസ് കാണാൻ പോകുന്നത്. എങ്ങനത്തെ ആക്ടിങ് സ്കിൽസ് ഉദ്ദേശിക്കണേ? നിഷ്പ്രയാസമായി നമ്മൾ ഒരു ഡ്രിങ്ക് കുടിച്ചു തീർക്കും എന്ന് അഭിനയിച്ച് കാണിക്കും. 59 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടി കൊടുക്കാം ഇത്രയും സ്ട്രഗിൾ ചെയ്തതിന്. ആക്ടർ കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. യു ആർ ബോൺ ഫോർ ദിസ് ഡേ. ബോൺ ഫോർ ദിസ് ഡേ. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് ഈറ്റർ എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അതെ അതെ. സ്പൈക്ക് കിട്ടിയിരിക്കുകയാണ്. സ്പൈക്ക് അപ്ലോസ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും അവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടാ പറയത്തില്ല ഇവിടെ നിന്ന് എങ്ങോട്ട് പോയത് എല്ലാം കൂടി ഒറ്റയടിക്ക് കഴിച്ചു തീർത്തു. പക്ഷെ എനിക്ക് കഴിക്കണമെന്ന് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കഴിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ ഉദ്ദേശിക്കുന്നത്. എനിക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ 16 മേടിച്ചിട്ട് പോയാലും എനിക്ക് കുറച്ച് നഷ്ടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് സന്തോഷം മാത്രം എനിക്ക് കഴിക്കാം. എന്നാലും ഞാൻ സെക്കൻഡ് പിസ്താഷ്യോ മേടിച്ച വട്ടത്തിലുള്ള സാധനമില്ലേ, അത് 2 മേടിച്ചിരുന്നെങ്കിൽ ഓൾറെഡി എന്നെ പൊമഗ്രനേറ്റ് തന്നെ ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു. സാരമില്ല. സ്പൈസ് ചെയ്തിട്ടുണ്ട്. ഇത്ര അടുത്ത് വരണമെന്നില്ല, അതവർക്ക് മനസ്സിലായാൽ മതി. ചിലവർ ചോദിക്കും മറച്ചു പിടിക്കുന്നത് എന്താ, ഞാൻ പൈസ കൊടുക്കാത്തതാണെന്ന്. ഇതിൽ നമ്പറാ വല്ലതും വരുവാന്നുള്ളൊരു ഡൗട്ട്. നമ്പറൊന്നും ഇല്ല, നമ്പറൊന്നുമില്ല. കൊടുത്തു കേട്ടോ. ഫ്യൂച്ചറിൽ ഏതെങ്കിലും വീഡിയോക്കകത്ത് വിളിക്കണമെങ്കിൽ പറയാം കേട്ടോ കമന്റില്.